ധൈര്യം സംഭരിച്ച് ദേവൻ ലൈറ്റിന്റെ സ്വിച്ച് ഓൺ ചെയ്തു. വെളിച്ചത്തിപ്പോൾ ആ രൂപം വ്യക്തമായി കാണാം. ആ രൂപം പതിയെ ദേവന്റെ അരികിലേക്ക് നടന്നെടുത്തു. ആരാ? തന്റെ ശരീരത്തിലെ ചുടുരക്തമെല്ലാം ഉറഞ്ഞ് കട്ടപിടിക്കുന്നതായി ദേവന് തോന്നി. ആ കറുത്ത രൂപം ദേവന്റെ കട്ടിലിലേക്ക് ചാടിക്കയറിയിരുന്നു. പേടിച്ചുപോയോ? ആ രൂപം മുഖത്തു നിന്നും കറുത്ത മുഖംമൂടി ഊരിമാറ്റി. തലയിലെ നീളൻ മുടി ഊരി കിടക്കയിൽ വെച്ചു. ജോൺ കുട്ടി, രാവിലെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ടുപോയ കാട്ടാളൻ. ദേവന്റെ ഹൃദയമിടിപ്പ് കൂടി. ഹേയ്, ചുമ്മാ സാറ് പേടിക്കാതെ ഒന്ന് ചിരിക്ക്. ദേവൻ ചിരിച്ചില്ല. അല്ലെങ്കിലും എങ്ങനെ ചിരിക്കാനാണ്? എന്തായാലും സാറിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചു. സ്വിച്ചിടാനുള്ള ധൈര്യമെങ്കിലും കാണിച്ചല്ലോ. ഭയങ്കരാ. ജോൺ കുട്ടിക്കെന്തോ മാനസിക പ്രശ്നമുള്ളതായിട്ട് ദേവന് തോന്നി. സാറേ, എനിക്ക് വട്ടൊന്നുമില്ല കേട്ടോ. സാറിന്റെ ധൈര്യം ഒന്ന് പരീക്ഷിക്കാമെന്ന് കരുതി. എന്റെ പേര് ജോൺ കുട്ടി. സാറ് വരുന്നതുവരെ ഈ എസ്റ്റേറ്റിന്റെ സകലതും ഞാനായിരുന്നു. എന്റെ ആയിരുന്നു. വിരോധമില്ലെങ്കിൽ ഒരു ഷെയ്ക്ക് ഹാൻഡ് ആകാം. ജോൺകുട്ടി ദേവന് നേരെ കൈനീട്ടി. ദേവൻ മനസ്സില്ലാ മനസ്സോടെ യാന്ത്രികമായൊരു ഹസ്തദാനം നടത്തി. അയാളുടെ കൈപ്പത്തിയുടെ പരുക്കൻ തഴമ്പ് ദേവൻ അറിഞ്ഞു. സാറേ, ഒന്നും തോന്നരുതേ, ഒരു തമാശയ്ക്ക് ചെയ്തതാണ്. ഓക്കെ, തമാശ നന്നായിട്ടുണ്ട്. ചേട്ടന് ഞാനിവിടെ വന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ വിഷമോ ഉണ്ടെങ്കിൽ പറയണം. എന്ത് വിഷമം സാറേ? എന്ത് ബുദ്ധിമുട്ട്? ഈ നശിച്ച ഏകാന്തതയിൽ നിന്നൊരു മോചനം ആരാണ് ആഗ്രഹിക്കാത്തത് സുഹൃത്തെ? സോറി സാറേ. സാറിന്റെ പേരെന്താ? ദേവൻ. വീട്ടിൽ ആരൊക്കെയുണ്ട്? എല്ലാവരും ഉണ്ട്. എല്ലാവരും എന്ന് പറഞ്ഞാ സാറിനിപ്പോഴും എന്നോട് ദേഷ്യമാണോ? ഒരു തമാശയ്ക്ക് ചെയ്തതാ, അത് വിട് സാറേ. ദേവന് ജോൺകുട്ടിയെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇന്നുച്ചയ്ക്ക് തന്നെ തുറച്ചു നോക്കിയ ആ ചുവന്ന കണ്ണുകളിൽ സ്നേഹം, സൗഹൃദം, ഹാസ്യം എന്നീ ഭാവങ്ങളാണ് മിന്നിമറയുന്നത്. ദേഷ്യമൊന്നുമില്ല. വീട്ടിൽ അമ്മയും മുത്തശ്ശിയും അനിയത്തിയുണ്ട്. ഞാൻ ഒറ്റത്തടിയാ. അപ്പൊ അച്ഛനും അമ്മയും? ഹാ, ആർക്കറിയാം. ആദ്യമൊക്കെ അവരെ ഞാൻ കുറെ തെരഞ്ഞതാ. പിന്നെ തോന്നി കുഞ്ഞായിരുന്ന എന്നെ ഈ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞവരെ ഞാനെന്തിനു കണ്ടുപിടിക്കണം? ദേവൻ മിണ്ടിയില്ല. ജോൺകുട്ടി ധരിച്ചിരിക്കുന്ന നീളൻ ഫ്രോക്കിന്റെ ഇലാസ്റ്റിക് അകത്തിക്കൊണ്ട് അരയിൽ നിന്ന് ഒരു ബോട്ടിൽ റമ്മെടുത്ത് ടീപ്പോയിൽ വെച്ചു. ആണുങ്ങൾ തമ്മിൽ പരിചയപ്പെടുമ്പോ ഇതൊരെണ്ണം പിടിപ്പിക്കണം. അതാണ് എന്റെ രീതി. ഞാൻ കുടിക്കാറില്ല. ഓ, കഷ്ടായല്ലോ. സാരമില്ല. നെൽസൺ സാറും ആദ്യമൊക്കെ ഇങ്ങനെയായിരുന്നു. വായിൽ ഒഴിച്ചു കൊടുത്താൽ പോലും തുപ്പിക്കളയും. പിന്നെ അതില്ലാതെ പറ്റില്ലെന്നായി. ഹാ, എന്ത് ചെയ്യാനാ? ആള് മണ്ണോട് മണ്ണായില്ലേ? ജോൺകുട്ടിയുടെ മുഖത്തൊരു ഭാവമാറ്റവും നെഞ്ചിൽ നിന്നൊരു നെടുവീർപ്പും ഉണ്ടായി. സാറേ, ഇവിടെയുള്ള പണിക്കാരത്തികളുടെ മുന്നിൽ ഞാൻ സ്നേഹം കാണിക്കാറില്ല, അടുപ്പിക്കാറുമില്ല. എന്താ കാരണം എന്നറിയാമോ? അധികം സ്നേഹം കാണിച്ച ഇവറ്റകള് പൈനാപ്പിളും ഇഞ്ചിയും കട്ട് വിൽക്കുമ്പോ നമുക്ക് ചോദിക്കാൻ പറ്റുമോ? അതുകൊണ്ട് എല്ലാവരുടെയും മുന്നില് ഞാനൊരു വെറുക്കപ്പെട്ടവനാണ്. ദേവൻ ജോൺകുട്ടി അണിഞ്ഞിരിക്കുന്ന നീളൻ പാവാടയിലേക്ക് നോക്കി. ഇതാരുടെയാണ്? ആവോ, ആർക്കറിയാം. ഏതോ പെണ്ണിന്റെയാണെന്ന് തീർച്ച. വരുന്ന വഴിക്ക് ഒരു വീടിന്റെ മുറ്റത്ത് അയ്യയിൽ കിടക്കുന്നത് കണ്ടു. ഇങ്ങെടുത്തു. പോകുമ്പോ അവിടെ തന്നെ കൊണ്ടുപോയി ഇടണം. വല്ല പാവം കൊച്ചുങ്ങടെ എങ്ങാനാവും. നമുക്ക് വയ്യ ശാപം തലയിലേറ്റാൻ. ജോൺകുട്ടി പാവാട അഴിച്ച് ചുമലിലിട്ടു. അടിയിൽ പാന്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ശരി സാറേ, ഞാൻ പോവാ. നാളെ വൈകിട്ട് വന്നിട്ട് എസ്റ്റേറ്റിലെ കണക്കുകളും കാര്യങ്ങളും പറഞ്ഞുതരാം. ശരി, ഇതോടി കൊണ്ടുപോ. ഇനി ആവശ്യം വരും. കിടക്കയിൽ കിടന്നിരുന്ന കൃത്രിമ തലമുടി ദേവൻ അയാൾക്ക് നേരെ നീട്ടി. ജോൺകുട്ടി ചിരിച്ചുകൊണ്ടത് വാങ്ങി. ജോൺകുട്ടി അകത്തെ വാതിൽ തുറന്ന് പുറത്തു കടന്നതോടെ ഒരു കടവാതിലിനെ വീട്ടിൽ നിന്നും പുറത്താക്കിയ പെൺകുട്ടിയുടെ ആശ്വാസമായിരുന്നു ദേവന്. ദേവൻ വാതിലടച്ചു കിടന്നു. പക്ഷെ ഉറക്കം നഷ്ടപ്പെട്ടു. ഇയാൾ എന്താണ് ഇങ്ങനെ? മനസ്സിലാക്കാൻ കഴിയാത്ത വിധം നിഗൂഢമാണ് ജോൺകുട്ടി. അയാളെക്കുറിച്ച് എഴുതാൻ ദേവന് വരികളില്ലായിരുന്നു. വീണ്ടും വീണ്ടും ആ രാത്രിയിൽ കടലാസുകൾ ജനൽ വഴി പുറത്തേക്ക് പറന്നുകൊണ്ടിരുന്നു. എപ്പോഴോ ദേവൻ മയങ്ങിപ്പോയി. രാവിലെ ആരോ മുറ്റമടിക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് ദേവൻ ഉണർന്നത്. ദേവൻ എഴുന്നേറ്റ് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ത്രേസ്യ മുറ്റമടിക്കുന്ന ചൂൽ പുറകിൽ പിടിച്ചു. ദേവൻ വാതിൽ തുറന്ന് ത്രേസ്യയെ നോക്കി. ആരെയാണ് വിശ്വസിക്കേണ്ടത്? ജോൺകുട്ടിയെയോ ത്രേസ്യയെയോ? പണിക്കാർ എസ്റ്റേറ്റിൽ തട്ടിപ്പ് കാണിക്കുന്നത് തടയുന്നതുകൊണ്ടാണോ ജോൺകുട്ടി എല്ലാവർക്കും വെറുക്കപ്പെട്ടവനാവുന്നത്?
ത്രേസി ചേച്ചി പറയുന്നത് മുഴുവൻ സത്യമാണോ? അതോ അർത്ഥസത്യങ്ങളോ അസത്യങ്ങളോ? അരുത്, ആ പാവം സ്ത്രീയെക്കുറിച്ച് അങ്ങനെയൊന്നും ചിന്തിക്കരുത്. കണ്ടില്ലേ, അവർ തന്നെ നോക്കി ഹൃദ്യമായി ചിരിക്കുന്നത്. ചേച്ചി, ഗുഡ് മോർണിംഗ്. എന്താ മോനെ, മുറ്റം നിറയെ കടലാസാണല്ലോ. ഇതെന്തുവാ പരിപാടി? മഴ പെയ്താ അടിച്ചാ നീങ്ങില്ല. വീടിന്റെ ഉള്ളിലെ ഒരു കൊട്ടയുണ്ട്, കടലാസെല്ലാം അതിലിട്ടാ മതി. ചേച്ചി എടുത്തോളാം. സോറി ചേച്ചി, ഞാൻ ഓർത്തില്ല. അപ്പോഴത്തെ ദേഷ്യത്തിന് എടുത്തെറിഞ്ഞതാ. ദേഷ്യോ? മോനാരോടാ ദേഷ്യം? എന്നോട് തന്നെ. അത് കേട്ട് ത്രേസി ചിരിച്ചുകൊണ്ട് പിറകിലെ ചൂലെടുത്ത് പിടിച്ച് അതിന്റെ കടക്കൽ രണ്ടടിയടിച്ച് വീണ്ടും മുറ്റമടിക്കാൻ തുടങ്ങി. മുറ്റമടിക്കൽ കഴിഞ്ഞ് അടുക്കളയിൽ കയറി. മോനിന്ന് കഴിക്കാൻ പുട്ടു വേണോ ഉപ്പുമാവ് വേണോ? ഉപ്പുമാവ് മതി ചേച്ചി. പപ്പടം ഉണ്ടെങ്കിൽ 2 എണ്ണം കാച്ചിയേക്ക്. കാച്ചാലോ? ഉച്ചയൂടിന് സാമ്പാർ വെച്ചാലോ? പിന്നെ അച്ചാർ ഇന്നലെ കൊണ്ടുവന്ന ചാക്കിലുണ്ട്. പയറുകൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാം. ഇറച്ചിയും മീനും ഒക്കെ ആ ജോൺകുട്ടി കൊണ്ടുവന്നാലായി. അതൊന്നും വേണമെന്നില്ല. ഉണക്കമീൻ കിട്ടുവോ? ഇവിടെ അങ്ങനെയൊന്നും കിട്ടത്തില്ല. പിന്നെ ജോൺകുട്ടിയോട് പറഞ്ഞാ കിട്ടുമായിരിക്കും. ഞാനിന്നലെ ജോൺകുട്ടിയെ കണ്ടായിരുന്നു. ത്രേസിയുടെ മുഖത്തെ ഭാവം മാറി. എപ്പോ? രാത്രിയിലോ? അതെ. ആളെന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. വെറുതെ ഒന്ന് പരിചയപ്പെടുക മാത്രം ചെയ്തു. സൂക്ഷിക്കണേ മോനെ, തനി മൊരടനാ. ഈ റബ്ബർ തോട്ടത്തിന്റെ അടുത്താണോ പൈനാപ്പിൾ തോട്ടം? ഓ, മോനൊന്നും കണ്ടില്ലല്ലേ? ചായ കുടിച്ചേച്ച് ഒന്ന് പുറത്തിറങ്ങി നോക്ക്. കുറെ നടന്ന റബ്ബർ തോട്ടം കഴിയും. അതിന്റെ അപ്പുറത്തൊരു കോറിയുണ്ട്. അതും കഴിഞ്ഞ പൈനാപ്പിൾ തോട്ടമായി. ഞാൻ ചോദിക്കാൻ വിട്ടു, ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അതോ, വീട്ടിലോ? അതൊക്കെ പറയുവാണേ വലിയ കഥയാണ് മോനെ. ആരൊക്കെയുണ്ട്? ഞാനും എന്റെ മോളും. കെട്ടിയോന് പാറമടയിൽ കല്ലുവെട്ടിക്കലായിരുന്നു പണി. ഒരു ദിവസം വെടിമരുന്ന് പൊട്ടിത്തെറിച്ച് അതിയാനങ്ങ് പോയി. ഞങ്ങള് രണ്ടുപേരും തനിച്ചായി. മകൾ എന്തു ചെയ്യുന്നു? അവൾക്കിപ്പോ പ്രായം 17 കഴിഞ്ഞു. എന്തു ചെയ്യുന്നു എന്നുള്ളതിന്റെ മറുപടി അല്ലായിരുന്നു അത്. ദേവന് കൂടുതൽ ചോദിക്കണമെന്നുണ്ടായിരുന്നു, എങ്കിലും ചോദിച്ചില്ല. മോന്റെ കല്യാണം കഴിഞ്ഞതാണോ? വീട്ടിൽ ആരൊക്കെയുണ്ട്? കല്യാണം കഴിഞ്ഞിട്ടില്ല. വീട്ടിലെ അമ്മ, മുത്തശ്ശി, പിന്നെ അനിയത്തി. ശരി മോനെ, ഞാനെന്തേലും ഉണ്ടാക്കട്ടെ. സംസാരിച്ചു നിന്നാ നേരം വൈകും. ശരി. ദേവൻ കുളി കഴിഞ്ഞ് പല്ല് തേച്ച് ഹാളിലെത്തി. ടീപ്പോയിൽ ആവി പറക്കുന്ന ഉപ്പുമാവും പപ്പടവും ചായയും. കട്ടൻ ചായയാണേ? സാരമില്ല, എനിക്ക് കട്ടനാ ഇഷ്ടം. ചായ കുടിച്ച് ദേവൻ മൊബൈലുമായി പുറത്തിറങ്ങി. തന്റെ ബൈക്കിന്റെ സീറ്റിൽ കിളികൾ കാഷ്ടിച്ചിരിക്കുന്നു. ദേവൻ വെള്ളം കൊണ്ടുവന്ന് കഴുകി. ഇപ്പോ കാഷ്ടിച്ചതായിരിക്കണം, അല്ലേ ചേച്ചി കഴുകിയേനെ. ദേവൻ ബംഗ്ലാവിനും വീടിനും ഇടയിൽ നിന്നു. വർഷങ്ങൾക്ക് മുൻപ് എത്രയോ പേർ ജീവിച്ച ബംഗ്ലാവായിരിക്കും അത്. അവിടെ എന്തെല്ലാം നടന്നിരിക്കും. പഴയ നിറവും മണവുമുള്ള എത്രയോ കാഴ്ചകളുണ്ടാകും ഈ ബംഗ്ലാവിനുള്ളിൽ. കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് കയറി നോക്കാമായിരുന്നു. കയ്യിൽ താക്കോലുണ്ടല്ലോ, പക്ഷെ അനുമതിയില്ലാതെ തുറന്നിട്ട് വെറുതെ പ്രശ്നമാവണ്ട. ദേവൻ നടന്നു നടന്ന് എസ്റ്റേറ്റിന്റെ ഗേറ്റ് വരെ എത്തി. സിഗ്നൽ തിരിച്ചു കിട്ടിയ ഫോൺ കലപില ചിലയ്ക്കാൻ തുടങ്ങി. മെസ്സേജുകളുടെ പ്രവാഹമായിരുന്നു. മീനാക്ഷിയും ദേവൂട്ടിയും ഒരുപാട് മെസ്സേജുകൾ അയച്ചിരിക്കുന്നു. ദേവൻ ആദ്യം ദേവൂട്ടിയെ വിളിച്ചു. ഫോൺ എടുത്തത് അമ്മ സുഭദ്രയാണ്. മോനെ, നീ എവിടെയായിരുന്നു? എത്ര നേരം ഞാൻ ഇന്നലെ വിളിച്ചു. ദേവൂട്ടി മെസ്സേജ് അയച്ചത് കണ്ടില്ലേ? ഇവിടെ റേഞ്ചില്ലായിരുന്നമ്മേ. ഇപ്പോ ഞാൻ എസ്റ്റേറ്റിന്റെ ഗേറ്റിന്റെ അടുത്ത് വന്നിട്ടാ കിട്ടിയത്. കുഴപ്പമൊന്നുമില്ലല്ലോ? ഭക്ഷണമൊക്കെ? ഇവിടെ ഒരു ചേച്ചിയുണ്ട്, അവര് വെച്ചു തരും. ചേച്ചിയോ? പ്രായമായതാണോ? ഹാ, അമ്മയുടെ പ്രായം വരും. ആരുമായും വല്ലാത്ത ചങ്ങാത്തൊന്നും വേണ്ട. കാലം ശരിയല്ല, ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. അതൊക്കെ എനിക്കറിയാമേ. ഇവിടെ റേഞ്ച് കുറവാ, ഞാൻ പിന്നെ വിളിക്കാം. മുത്തശ്ശിയോട് അന്വേഷിച്ചതായി പറയണം. ദേവൻ ദേവൂട്ടിയുടെ മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കാൻ തുടങ്ങി. ശേഷം മീനാക്ഷിയെ വിളിച്ചു. സുഖാണോ ദേവേട്ടാ? സുഖാനടി, റേഞ്ച് കുറവാ. നിന്റെ മെസ്സേജുകളൊക്കെ ഇപ്പോഴാ കണ്ടത്. എനിക്ക് തോന്നി. അമ്മാവനെ അമ്മായിയും അന്വേഷിച്ചു എന്ന് പറ. നീ ഇന്ന് കോളേജിൽ പോയില്ലേ? പോകുന്ന വഴിയാണ്, ബസ്സിലാ. നീയല്ലേ പറയാറ് കോളേജിൽ മൊബൈൽ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന്? മിസ് കണ്ട ക്ലാസ്സിൽ നിന്ന് പുറത്താകും. ദേവേട്ടൻ മെസ്സേജ് കണ്ടോന്നറിയാൻ കയ്യിൽ പിടിച്ചതാ. ഇനി ബാഗിൽ ഒളിപ്പിച്ചു വെക്കണം. എന്റെ കൂടെ ദേവൂട്ടിയുണ്ട്, അവൾക്ക് ഫോൺ കൊടുക്ക്. മീനാക്ഷി ദേവൂട്ടിക്ക് ഫോൺ കൊടുത്തു. ആ ദേവൂട്ടി, രണ്ടുപേരും ഫോണ് കയ്യിൽ പിടിച്ചോണ്ട് കോളേജിൽ പോകാൻ നിൽക്കണ്ട കേട്ടോ. എന്റെ കയ്യിലില്ലേട്ടാ, ഈ മീനാക്ഷിയാ കൊണ്ടുവന്നത്. ആ, അവളോട് പറഞ്ഞേക്ക് നാളെ മുതൽ കൊണ്ടുവരണ്ടെന്ന് പറയാട്ടാ.
ശരി, ഏട്ടൻ പിന്നെ വിളിക്കാം. ദേവൻ ഫോൺ കട്ട് ചെയ്തു. അയാൾ തിരിഞ്ഞു നോക്കി. ഫോൺ ചെയ്തുകൊണ്ടറിയാതെ എസ്റ്റേറ്റിന്റെ ഗേറ്റും കടന്ന് ഒരുപാട് നടന്നിരിക്കുന്നു. ദൂരെ ബംഗ്ലാവിന്റെ ദൃശ്യം വളരെ ചെറുതായി കാണാം. ആ സമയത്താണ് കമ്പനി എം ഡി ജോർജ് ഈപ്പൻ വിളിക്കുന്നത്. ഹലോ ദേവൻ, ഹൗ ആർ യു? ഹോപ്പ് യു ആർ ഫൈൻ. ഫ്ലൈറ്റ് ലേറ്റായി. ഞാനിവിടെ ദുബായിൽ എത്തിയതേയുള്ളൂ. ഐ എം ഫൈൻ സർ. ജോർജ് കുട്ടിയെ കണ്ടിരുന്നോ? കണ്ടിരുന്നു. അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഞാൻ വിളിച്ചായിരുന്നു അവനെ. പുള്ളിയുടെ പെരുമാറ്റം നോക്കണ്ട, ആള് ശുദ്ധനാണ്. കുഴപ്പമില്ല സാർ. ഞാൻ മറ്റൊരു കാര്യം പറയാനാണ് ദേവനെ വിളിച്ചത്. മോഹവില കൊടുത്ത് നമ്മുടെ കമ്പനി പീറ്റേഴ്സൺ ബംഗ്ലാവും അതിന്റെ ചുറ്റുമുള്ള എസ്റ്റേറ്റും വാങ്ങിയത് അതിന്റെ കച്ചവട സാധ്യതകൾ കണ്ടുകൊണ്ട് തന്നെയാണ്. ഏറെ നാളത്തെ ചർച്ചയ്ക്ക് ശേഷം ഇപ്പോൾ കമ്പനി മറ്റൊരു കാര്യവുമായിട്ട് മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാട്ടിലേക്ക് വരുന്ന വിദേശികൾക്ക് ഒരു വാസസ്ഥലം, പ്രത്യേകിച്ച് യൂറോപ്യൻസിന്. പുരാതനവും പാശ്ചാത്യ മാതൃകയിൽ നിർമ്മിച്ചതുമായ ഈ ബംഗ്ലാവ് അവർക്ക് തീർച്ചയായും ഇഷ്ടാവും. പലരും ഈ ബംഗ്ലാവിന്റെ ഫോട്ടോ കണ്ടു തന്നെ അതിന് താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ കാടിന്റെ കുളിരും കാറ്റും പച്ചപ്പും എല്ലാം സായിപ്പന്മാർക്ക് എന്നും വീക്ക്നെസ് ആണ്. ബിസിനസ് അല്ലേ ദേവാ? വി ഹാവ് ടു സെൽ ഈച്ച് ആൻഡ് എവറിത്തിങ് ഫോർ ഹൈ പ്രോഫിറ്റ്. അതിൽ ഈ പച്ചപ്പും കാറ്റും കുളിരും എല്ലാം ഉൾപ്പെടും. എവറിത്തിങ്. തൽക്കാലം അവരുമായിട്ട് സംസാരിച്ച് പൂർണ്ണമായ ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. ആ ബംഗ്ലാവ് ഒന്ന് ക്ലീൻ ചെയ്യണം. ദേവന്റെ കയ്യിലില്ലേ അതിന്റെ കീ? സോ നാളെ 2 പണിക്കാരികൾ വരും ബംഗ്ലാവ് ക്ലീൻ ചെയ്യാൻ. ആഴ്ചയിലൊരിക്കൽ ക്ലീനിങ് നടത്തണം. ദേവൻ ആ ചാവി അവർ വരുമ്പോ കൊടുക്കുക. അവര് തിരിച്ചു പോകുമ്പോ അത് തിരികെ വാങ്ങിക്കുക. പിന്നെ ബംഗ്ലാവ് ശരിക്കും ക്ലീൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ അവർക്ക് കൂലി ഉണ്ടാവില്ല എന്നും പറഞ്ഞേക്ക്. ബിസിനസ് ആണല്ലോ ദേവാ, നഷ്ടം എന്ന വാക്ക് എനിക്ക് കേൾക്കാൻ ഇഷ്ടമില്ല. ഒരിക്കലും ഈ ബിസിനസ്സിൽ ഞാനത് കേട്ടിട്ടുമില്ല. ഓക്കെ സർ, ഞാൻ വേണ്ടത് ചെയ്തോളാം. ദാറ്റ്സ് മൈ ബോയ്. താങ്ക് യു ദേവ. സി യു. ജോർജീപ്പന്റെ ഫോൺ കട്ടായി. ദേവന്റെ ആഗ്രഹം പോലെ തന്നെ ആ ബംഗ്ലാവ് തുറന്നു കാണാൻ ഒരവസരമാണ് കൈവന്നിരിക്കുന്നത്. ദേവൻ എസ്റ്റേറ്റിന്റെ ഗേറ്റ് അടച്ചു. മുഖത്തെ വിയർപ്പ് തുടച്ചു കളഞ്ഞുകൊണ്ട് ബംഗ്ലാവിന്റെ മുൻപിലെ നീണ്ട വഴിയിലൂടെ അയാൾ തിരിച്ചു നടന്നു.